കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. കോതമംഗലത്ത് കൃഷിയിടത്തിലേക്ക് പതിവായി എത്തുന്ന കാട്ടാനക്കൂട്ടത്തെ തടയാൻ കഴിയാതെ ഒടുവിൽ സ്വന്തം വാഴകൾ തന്നെ വെട്ടിമാറ്റി കർഷകൻ. കൂവക്കണ്ടം സ്വദേശി മനോജാണ് വാഴ തിന്നാനെത്തുന്ന കാട്ടാനക്കൂട്ടം കൊക്കോ കൃഷി നശിപ്പിക്കുന്നത് തടയാൻ തന്റെ 200ഓളം വാഴകൾ വെട്ടിമാറ്റിയത്. കൃഷിയിടത്തിലേക്ക് പതിവായി എത്തുന്ന കാട്ടാനക്കൂട്ടത്തെ തടയാൻ കഴിയാതെ ഒടുവിൽ സ്വന്തം വാഴകൾ തന്നെ വെട്ടിമാറ്റിയിരിക്കുകയാണ് കോതമംഗലത്തെ ഒരു കർഷകൻ. കോട്ടപ്പടി കൂവക്കണ്ടം സ്വദേശി മാവട മനോജാണ് വാഴ തിന്നാനെത്തുന്ന കാട്ടാനക്കൂട്ടം കൊക്കോ കൃഷി നശിപ്പിക്കുന്നത് തടയാൻ തന്റെ 200ഓളം വാഴകൾ വെട്ടിമാറ്റിയത്. ഇന്നലെ രാത്രിയിൽ ഒരു ആനക്കൂട്ടം വന്ന് നശിപ്പിച്ചതാണ് ഇതെല്ലാം. ഇന്ന് പുലർച്ചെ എത്തിയ കാട്ടാനക്കൂട്ടം കൊലച്ചതും കൊലയ്ക്കാത്തതുമായ 100ഓളം വാഴകളാണ് നശിപ്പിച്ചത്. ഒപ്പം നിരവധി കൊക്കോ മരങ്ങളും ചവിട്ടിമെതിച്ചു. വനാതിർത്തിയോട് ചേർന്നുള്ള തോട്ടത്തിൽ കൊക്കോയും വാഴയും ചേർന്നായിരുന്നു കൃഷി. എന്നാൽ രാത്രിയാകുമ്പോൾ വാഴ തിന്നാനെത്തുന്ന കാട്ടാനക്കൂട്ടം കൊക്കോ മരങ്ങൾ ചവിട്ടിമെതിക്കുകയും വ്യാപക നാശനഷ്ടമുണ്ടാക്കുകയും ചെയ്യുന്നത് പതിവായിരുന്നു. വർഷങ്ങളുടെ അധ്വാന ഫലമായി വളർത്തിയ കൊക്കോ മരങ്ങളാണ് ആനക്കൂട്ടത്തിന്റെ ആക്രമണത്തിൽ കൂടുതലായി നശിച്ചത്. കൊക്കോ കൃഷി സംരക്ഷിക്കാൻ വഴിയില്ലാതായതോടെയാണ് കാട്ടാനകളെ ആകർഷിക്കുന്ന വാഴകൾ തന്നെ വെട്ടിമാറ്റാൻ കർഷകൻ നിർബന്ധിതനായത്. എൻ്റെ വാഴയും കൊക്കോയും വെച്ചിരിക്കുന്ന തോട്ടത്തിൽ ഇന്ന് പുലർച്ചെ ആന വന്ന് വാഴയും എല്ലാം നശിപ്പിച്ചു. ആ വാഴ മറിച്ചിട്ടപ്പോൾ ചവിട്ടിക്കൂട്ടി കൊക്കോ, നന്നായിട്ട് കാവലുള്ള കൊക്കോയും കണ്ടമാനം കളഞ്ഞു. ഇപ്പോൾ അതിനെ രക്ഷിക്കാൻ വേണ്ടി, കൊക്കോയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ വാഴ കംപ്ലീറ്റ് ഞാൻ വെട്ടിക്കളയാണ്. കൊലച്ചതും കൊലയ്ക്കാറായതും വലുതും എല്ലാം വെട്ടി നശിപ്പിച്ച് ക്ലിയർ ചെയ്യാൻ പോവാണ്. എനിക്ക് കൊക്കോ രക്ഷിക്കണം. അതിനുവേണ്ടി അടുത്ത എല്ലാം നിറയെ വീടുകളുള്ള ജനവാസ മേഖല. ആളുകൾക്ക് ഇവിടെ കിടന്നുറങ്ങാൻ വരെ പേടിക്കേണ്ട അവസ്ഥയാണ്. ഇത് വർഷങ്ങളായി, ഏകദേശം 3 വർഷത്തോളമായി ഇടയ്ക്കിടയ്ക്ക് ആന വന്ന് ഇങ്ങനെ ആക്രമണം നടത്തുന്നത്. വനം വകുപ്പിനോട് പറഞ്ഞിട്ടും യാതൊരു കാര്യവുമില്ല. ഞങ്ങൾക്ക് ആകെ ഒരു അരക്ഷിതാവസ്ഥയാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. മനുഷ്യ വന്യജീവി സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ വനാതിർത്തി മേഖലകളിലെ കർഷകർക്ക് ഫലപ്രദമായ സംരക്ഷണ സംവിധാനങ്ങൾ ഒരുക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്. കൃഷി സംരക്ഷിക്കാനാകാതെ സ്വന്തം വിളകൾ തന്നെ നശിപ്പിക്കേണ്ടി വരുന്ന അവസ്ഥയാണ് പല കർഷകരും നേരിടുന്നത്. കാട്ടാനശല്യത്തിൽ വലിയുന്ന കർഷകരുടെ ദുരിതത്തിന്റെ മറ്റൊരു ഉദാഹരണമായി മാറുകയാണ് മനോജ് എന്ന കർഷകൻ. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. കോതമംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വാഴക്കുളം. ഓട്ടോണമസ് പദവിയുടെ തിളക്കത്തിൽ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് 1/4 നൂറ്റാണ്ടിന്റെ പാരമ്പര്യം. NBA, NAT അക്രഡിറ്റേഷനുകൾ, മൾട്ടിനാഷണൽ കമ്പനികളിലടക്കം മികച്ച പ്ലേസ്മെന്റ്, അന്തർദേശീയ നിലവാരമുള്ള ലാബുകൾ, അക്കാദമിക് എക്സലൻസിനോടൊപ്പം വൈവിധ്യമാർന്ന പാഠ്യേതര പ്രവർത്തനങ്ങൾ, BTech കോഴ്സുകൾ, MBA, ആഗോള തൊഴിൽ സാധ്യതകളുമായി ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി. സിൽവർ ജൂബിലിയുടെ നിറവിൽ അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ.